ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് IFRS 16 ലീസ്. ഇത് ലീസിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പം ലീസിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. നമ്മൾ ലീസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് ലീസ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് അഡ്വാൻസ് മെത്തേഡും പിന്നൊന്ന് അരിയർ മെത്തേഡും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: A business enters into a 5-year lease of a machine which had a useful life of 10 years. Lease payments are 1 lakh per annum payable at the start of the year. Lessee will incur direct cost of $40,000 and will receive incentives of $10,000. Interest rate implicit in the lease is 5% and the present value of future lease payment is $3,54,600. Show the financial statement for 3 years. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഈ ഒരു ബിസിനസ് ഒരു 5-year ലീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തിൻ്റെ? ഒരു മെഷീൻ്റെ. ആൻഡ് ഈ മെഷീൻ്റെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. ആൻഡ് അവിടെ ലീസ് പേയ്മെൻറ്റ്സ് 1 lakh per annum ആണ് കൊടുക്കേണ്ടത്. എപ്പോഴാണ് കൊടുക്കേണ്ടത്? അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഇയർ, അതായത് ഇയറിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഈ ലീസ് പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അഡ്വാൻസ് മെത്തേഡാണ്. അതായത് ഒരു ഇയറിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ലീസ് പേയ്മെൻറ്റ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻസ് കൊടുക്കുന്ന പോലെയാണ് അല്ലേ? ഓക്കെ, പിന്നെ അവിടെ ഒരു ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട് = $40,000 ആൻഡ് ഇൻസെൻറ്റീവ്സ് റിസീവ് ആവുന്നുണ്ട്. എത്ര? $10,000. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ലീസ് ഈസ് 5%. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. പിന്നെ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് $3,54,600 ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ക്വസ്റ്റനിൽ പറയുന്നുണ്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് ഈസ് = $3,54,600 എന്ന്. ഈ $3,54,600 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലാ കൊല്ലവും ലീസ് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത് അഡ്വാൻസ് ആയിട്ടാണ്. അതായത് എല്ലാ കൊല്ലത്തിൻ്റെയും തുടക്കത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീസ് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ടേബിൾ നോക്കുക. ടോട്ടൽ 5 കൊല്ലത്തിൻ്റെ ലീസ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 5 കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം? 1 lakh വെച്ചിട്ട് കൊടുക്കണം ലീസ് പേയ്മെൻറ്റ്സ്. പക്ഷേ ഈ 1 lakh എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? എല്ലാ കൊല്ലത്തിൻ്റെയും തുടക്കത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിലാണ് ആദ്യത്തെ 1 lakh കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു 1 year ആയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഇയർ ആയെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അവിടെ ഒരു 12 മാസം വരുമ്പോൾ അല്ലേ? ഇയർ എൻഡിൽ ആണ് നമ്മൾ ഒരു ഇയർ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു 1 lakh പേ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇയർ ആയി എന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇയർ 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത്. കാരണം 0th ഇയർ ആണ് അവിടെ നമ്മൾ ഫസ്റ്റ് 1 lakh കൊടുക്കുന്നത്. കാരണം ഒരു കൊല്ലമായി എന്ന് പറയാൻ 12 മാസം ആവണ്ടേ? ഇവിടെ 12 മാസം ആയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിലെ ഈ 1 lakh പേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ 12 മാസമായി എന്ന് പറയാൻ പറ്റില്ല. 12 മാസം ആയാലാണ് ഒരു കൊല്ലം ആവുന്നത്. അപ്പം ഇവിടെ ഒരു കൊല്ലമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 1 lakh നമ്മൾ കൊടുക്കുന്നത് 0th ഇയറിലാണ്. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 yearsൻ്റെ ലീസ് കോൺട്രാക്റ്റിലാണ് ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലേ? ആൻഡ് നമ്മളിവിടെ അഡ്വാൻസിലാണ് എല്ലാ പേയ്മെൻറ്റ്സും കൊടുക്കുന്നത്. ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് 0th ഇയറിലാണ്. 0th ഇയറിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിന് ശേഷം ബാക്കി വരുന്ന പേയ്മെൻറ്റ്സിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലീസ് ഇന്ന് മുതൽക്കാണ് തുടങ്ങിയെന്ന് വിചാരിക്കാം. ആൻഡ് ഇന്ന് തന്നെ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്
അല്ലേ? അതായത് ഫസ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാല്യൂ ആയിരിക്കും. പക്ഷേ പിന്നെ അടുത്ത പേയ്മെന്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ. നമ്മളിത് എപ്പം മുതൽക്കാണ് കൗണ്ട് ചെയ്യുന്നത്? ഇന്ന് മുതൽക്ക്. സോ ഇന്ന് മുതൽ സെക്കൻഡ് ഇയർ വരെ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഇല്ലേ? അപ്പം ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ബാക്കി വരുന്ന പേയ്മെന്റ്സിന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ്. അപ്പോൾ ഈ പ്രസന്റ് വാല്യൂ പിന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ, അതായത് F9 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ടേബിളിൽ നോക്കാം. സോ ഫസ്റ്റ് പേയ്മെന്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ. സോ ഫസ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഇയർ ആയി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ അവിടെ ഇയറിന്റെ അവിടെ 0 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ 0th ഇയർ നമ്മൾ 1 lakh കൊടുത്തു. ആൻഡ് അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ 1 എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ 1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ ആണ് 1 divided by 1 plus r whole raised to n. സോ അവിടെ r എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഓൾറെഡി r എത്രയാണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഇസ് ഈക്വൽ ടു 5% ആണ്. ആൻഡ് ഇവിടെ n വരുന്നത്, അതായത് നമ്മൾ ഏത് ഇയറിലാണ് നമ്മൾ അവിടെ ക്യാഷ് കൊടുക്കുന്നത്? 0th ഇയറിലാണ്. അപ്പോൾ 0 ആണ് n വരുന്നത്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1 divided by 1 plus r, r എന്ന് പറയുന്നത് 5% ആണ്. ഈ 5%നെ നമ്മൾ ഡെസിമലിലോട്ട് ആക്കണം. സോ ഡെസിമലിലോട്ട് ആക്കുന്ന സമയത്ത് അവിടെ 0.05 വരും. ഓക്കെ, ഹോൾ റേസ് ടു n, n എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ഡിസ്കൗണ്ട് ഫാക്ടർ 1 കിട്ടും. എന്നിട്ട് ഈ ക്യാഷ് ഫ്ലോ ആയ 1 lakh ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രസന്റ് വാല്യൂ ആയ 1 lakh കിട്ടുന്നത്. സോ അവിടെ പ്രസന്റ് വാല്യൂ 1 വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാല്യൂ ആണ്, അതായത് ഇന്നത്തെ വാല്യൂ ആണ്. അത് ഫ്യൂച്ചറിലെ വാല്യൂ അല്ല, അത് ഫ്യൂച്ചറിലെ വാല്യൂ ആയിട്ടില്ല. ഓക്കെ, ഈ പ്രസന്റ് വാല്യൂ 1 എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഈ 1 lakh ആഡ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ 1 lakh ഇന്നത്തെ വാല്യൂ ആണ്. നമുക്ക് പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് ആണ് കണ്ടത്, ഫ്യൂച്ചറിലെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1 lakh ആഡ് ചെയ്യില്ല. ഇനി അടുത്തത് നോക്കാം. ഇനി അവിടെ അടുത്തത് ഇയർ 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇയർ 1 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്? കാരണം ഫസ്റ്റ് പേയ്മെന്റ് നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ കൊടുത്തു. അപ്പോൾ ഇയർ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? 0 എന്ന് കാണിച്ചു. പിന്നെ നമ്മൾ സെക്കൻഡ് പേയ്മെന്റ് കൊടുത്തത് സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിലാണ്. അപ്പം നോക്കുന്ന സമയത്ത് ഇപ്പം എത്ര ഇയർ ആയിട്ടുണ്ട് അവിടെ? സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ 1 ഇയറേ ആയിട്ടുള്ളൂ. അതായത് 1 ഇയർ കഴിഞ്ഞിട്ട്, 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ കൊല്ലത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സെക്കൻഡ് പേയ്മെന്റ് നടത്തി. അപ്പോൾ ഇപ്പം എത്ര കൊല്ലം ആയിട്ടുണ്ട്? 1 കൊല്ലം ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇയർ 1 എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ നമ്മൾ എത്രയാണ് കൊടുത്തത്? 1 lakh ആണ് ലീസ് പേയ്മെന്റ്സ് കൊടുത്തത്. ആൻഡ് അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത് 0.95238 ആണ്. സോ അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ സെയിം ഇക്വേഷൻ തന്നെയാണ് 1 divided by 1 plus r whole raised to n. ഓക്കെ, സോ 1 divided by 1 plus 0.05 whole raised to 1. കാരണം എന്താണ് 1 വന്നത്? ഇപ്പൊ പേയ്മെന്റ് കൊടുത്തിട്ട് 1 ഇയറേ ആയിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് പേയ്മെന്റ് നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ കൊടുത്തു, അപ്പൊ അവിടെ ഇയർ ആയിട്ടില്ല. പിന്നെ സെക്കൻഡ് പേയ്മെന്റ് നമ്മൾ എപ്പോഴാണ് കൊടുത്തത്? സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര കൊല്ലം ആയിട്ടുണ്ട് ഇപ്പൊ അവിടെ ലീസ് തുടങ്ങിയിട്ട്? 1 കൊല്ലം ആയിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ N1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന എമൗണ്ട് ആണ് 0.95238. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ഫാക്ടറായ 0.95238 ഇൻറ്റു ക്യാഷ് ഫ്ലോ ആയ 1 lakh നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ പ്രസന്റ് വാല്യൂ കിട്ടുന്നത്? 95,238
0.09 കിട്ടും. ഇനി അടുത്ത പേയ്മെൻറ്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിൽ. അപ്പോൾ തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ലീസ് തുടങ്ങിയിട്ട് അവിടെ ടോട്ടൽ എത്ര കൊല്ലമായിട്ടുണ്ട്? 2 കൊല്ലം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇയറിൻ്റെ അവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. സോ മൂന്നാമത്തെ കൊല്ലം തുടക്കത്തിലും നമ്മൾ എത്ര എമൗണ്ട് ആണ് കൊടുക്കുന്നത്? 1 lakh തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത് 1 divided by 1.05 whole raised to 2 വരും. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.90702 വരും. എന്നിട്ട് ഈ ഡിസ്കൗണ്ട് ഫാക്ടറിനെ നമ്മൾ ക്യാഷ് ഫ്ലോൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 90,702.94. ഇനി അടുത്ത പേയ്മെൻറ്റ് നമ്മൾ 4th ഇയറിൻ്റെ തുടക്കത്തിലാണ് കൊടുക്കുന്നത്. സോ 4th ഇയറിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ എത്ര കൊല്ലമായിട്ടുണ്ട്? 3 കൊല്ലം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇയറിൻ്റെ അവിടെ 3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ സെയിം ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, സെയിം ഇക്വേഷൻ. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസൻറ്റ് വാല്യൂ 86,383.75 കിട്ടും. ഇനി ലാസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് 5th ഇയറിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ മൊത്തം 4 years ആണ് ആയിട്ടുള്ളത് ലീസ് തുടങ്ങിയിട്ട്. ഓക്കെ. ആൻഡ് നമ്മൾ സെയിം ഇക്വേഷൻ വെച്ച് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 82,270.24. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ പ്രസൻറ്റ് വാല്യൂവിനെ ഫുള്ള് ടോട്ടൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കാണുന്നത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് ആണ്. സോ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂവിലുള്ള ഐറ്റത്തിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂവിലുള്ള ഐറ്റം ഏതാണ്? 1 lakh ആണ്. കാരണം അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആണ് വരുന്നത്. ആ 1 എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ ആണ്. നമ്മളിവിടെ കാണുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് ആണ്. സോ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1 lakh ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല, അതായത് ഇവിടെ ആഡ് ചെയ്യില്ല. ഓക്കെ. ബാക്കി റിമൈനിങ് എമൗണ്ട് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. സോ അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്? 3,54,595.05 കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് കണ്ടെത്തുന്നത്. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസിൽ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഒരു എമൗണ്ട് തരും, ഇങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ തന്ന പോലെ. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി തരില്ല. നേരെ മറിച്ച് അവിടെ ടോട്ടൽ ഡിസ്കൗണ്ട് ഫാക്ടറും തരും, ക്യാഷ് ഫ്ലോവും തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ഡിസ്കൗണ്ട് ഫാക്ടറിനെ ക്യാഷ് ഫ്ലോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഓക്കെ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് ഇല്ലേ, അവിടെ 1 ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ ഈ ക്യാഷ് ഫ്ലോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു കൊല്ലം നമ്മൾ എത്രയാണ് ക്യാഷ് ഫ്ലോ കൊടുക്കുന്നത്? 1 lakh ആണ്. സോ ആ 1 lakh ഇൻറ്റു നമ്മൾ ഈ ടോട്ടൽ ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് കിട്ടും. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് കണ്ടെത്തുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ നമ്മളൊരു ലീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ലീസ് ലയബിലിറ്റിയും പിന്നെ ഒന്ന് റൈറ്റ് ഓഫ് യൂസ് അസറ്റും. ഓക്കെ. സോ ലീസ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കാണണം. ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് ഈ ഓപ്പണിംഗ് ബാലൻസ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ഉണ്ട്. എത്രയാണ്? $3,54,600. ഇവിടെ 3,54,600 വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് ഇവിടെ ഡിസ്കൗണ്ട് ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ എന്താവും? പ്രസൻറ്റ് വാല്യൂ കൂടും. സോ അങ്ങനെയാണ് ഇവിടെ 3,54,600 വന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ചെയ്യണമെന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു പ്രസൻറ്റ് വാല്യൂ തന്നെ എടുത്താൽ മതി. ഓക്കെ. സോ നമ്മൾ ലീസ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടു. ഇനി നമുക്ക് റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണണം. സോ റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്.
എന്താണ് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി പ്ലസ് എനി ഡയറക്റ്റ് കോസ്റ്റ് മൈനസ് എനി ഇൻസെൻറ്റീവ്സ് റിസീവ്ഡ് പ്ലസ് അഡ്വാൻസ് പേയ്മെൻറ്റ്. സോ ഇത് ഫുള്ള് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഇനി നമുക്ക് ഈ ഫിഗേഴ്സ് ഒക്കെ എടുത്തെഴുതാം. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി എന്താണ്? നമ്മൾ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ്? 3,54,600. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 3,54,600. ഇനി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യണം. സോ ക്വസ്റ്റ്യനിൽ നോക്കാം എന്തെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടോയെന്ന്. സോ ക്വസ്റ്റ്യനിൽ ഒരു 40,000 ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് ഇൻകർ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 40,000നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് റിസീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആൻഡ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് റിസീവ് ആയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? $10,000 നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഈ $10,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മളവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്രയാണ്? 1 lakh അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ ഈ 1 lakhനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ ഇത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 4,84,600 ആണ് കിട്ടുന്നത്. സോ ഈ ഒരു എമൗണ്ട് ആണ് റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. സോ റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ എമൗണ്ട് ആണ് എടുക്കുന്നത്? നമ്മൾ ലോവർ ഓഫ് ലീസ് ടേം അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫാണ് എടുക്കുന്നത്. സോ ഇവിടെ ഏതാണ് ലോവർ എന്ന് പറയുന്നത്? ലീസ് ടേം ആണ്. അതായത് ലീസ് ടേം 5 years ആണ്, യൂസ്ഫുൾ ലൈഫ് 10 years ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലോവർ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുന്നത്? ഈസ് ഈക്വൽ ടു 5 years. ഇനി നമ്മൾ യൂസ്ഫുൾ ലൈഫ് എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ആൻഡ് അതിന് കുറച്ച് കണ്ടീഷൻസും ഉണ്ട്. അത് നമ്മൾ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ അത് കാണാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 5 years ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എത്രയാണ് ആനുവൽ ഡിപ്രീസിയേഷൻ വരുന്നതെന്ന്. സോ 4,84,600 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 96,920 കിട്ടും. അപ്പം ഈ 96,920 ആണ് നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ 4,84,600-ൽ നിന്ന് ഈ 96,920 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലീസ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് കാണേണ്ടത്. സോ ലീസ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന കാര്യമാണ് ഇത് അഡ്വാൻസ് മെത്തേഡാണോ അല്ലെങ്കിൽ അരിയർ മെത്തേഡിലാണോ ഉള്ളതെന്ന്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഡ്വാൻസ് മെത്തേഡാണ്. അപ്പം അഡ്വാൻസ് മെത്തേഡിൻ്റെ ACM ടേബിൾ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അരിയർ മെത്തേഡിൻ്റെ ACM ടേബിൾ ഡിഫറെൻ്റ് ആണ്. സോ അഡ്വാൻസ് മെത്തേഡിൻ്റെ ACM ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ വരും, പിന്നെ ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ ലീസ് റെൻറ്റ് നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതായത് ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ ലീസ് റെൻറ്റ് മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കിട്ടും. എന്നിട്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. എന്നിട്ട് ഈ ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റിയിലോട്ടും നോൺ കറണ്ട് ലയബിലിറ്റിയിലോട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇയർ 1-ൽ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ അവിടെ എഴുതുന്നത് പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് ആണ്. ആൻഡ് അവിടെ അത് എത്രയാണ്? ഇസ് ഈക്വൽ ടു 3,54,600 ആണ്. ഇനി നമ്മൾ ലീസ് റെൻറ്റ് മൈനസ് ചെയ്യണം. സോ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ നമ്മൾ ലീസ് റെൻറ്റൽസിൻ്റെ അവിടെ 0 ആണ് എഴുതുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ 0 എന്ന് എഴുതുന്നത്? കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളവിടെ 0 എന്ന് എഴുതുന്നത്. ഇനി അപ്പം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ലീസ് റെൻറ്റ് 0 എന്ന് എഴുതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കിട്ടും. എത്രയാണ്? 3,54,600. ഇനി നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യനിൽ എത്രയാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിരിക്കുന്നത്? ഇസ് ഈക്വൽ ടു 5%. സോ
ഈ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മുകളിൽ നമ്മൾ ഈ 5% കാണുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 3,54,600 ഇൻറ്റു 5%. നമുക്ക് 17,730 കിട്ടും. എന്നിട്ട് നമ്മൾ ഈ എഫക്റ്റീവ് ഇൻട്രസ്റ്റിനെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ കിട്ടുന്നത്? = 3,72,330 കിട്ടും. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലോസിംഗ് ബാലൻസിനെ കറണ്ട് ലയബിലിറ്റിയിലോട്ടും നോൺ കറണ്ട് ലയബിലിറ്റിയിലോട്ടും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻസ് മെത്തേഡിൽ എല്ലാ ഇയറും കറണ്ട് ലയബിലിറ്റി 1 lakh തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ എല്ലാ കൊല്ലം ഇവിടെ ലീസ് പേയ്മെൻറ്റ്സ് എത്ര രൂപയാണ് കൊടുക്കുന്നത്? = 1 lakh. സോ നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസിനെ കറണ്ട് ലയബിലിറ്റിയിലോട്ടും നോൺ കറണ്ട് ലയബിലിറ്റിയിലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് ലയബിലിറ്റി എല്ലാ ഇയറും 1 lakh തന്നെയാണ് വരുന്നത് അൺടിൽ ഇറ്റ് ബിക്കം 0. ഇനി നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി കാണണം. സോ നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ആയ 3,72,330 കറണ്ട് ലയബിലിറ്റി ഓൾറെഡി 1 lakh കാണിച്ചു. ഇനി റിമൈനിങ് എത്രയാണ് അവിടെ ഉണ്ടാവുക? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3,72,330 മൈനസ് 1 lakh ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 2,72,330 കിട്ടും. അതാണ് അവിടെ നോൺ കറണ്ട് ലയബിലിറ്റി വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഇയറിൽ. സോ സെക്കൻഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്, വിച്ച് ഈസ് 3,72,330. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 3,72,330. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ലീസ് റെൻ്റൽസ് മൈനസ് ചെയ്യണം. സോ ലീസ് റെൻ്റൽസ് നമ്മൾ ഓരോ കൊല്ലം 1 lakh വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ 1 lakh ആണ് നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ലീസ് റെൻ്റൽസ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കിട്ടും. ആൻഡ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മുകളിൽ നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആയ 5% കാണുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എമൗണ്ട് കിട്ടും. ആൻഡ് ആ എഫക്റ്റീവ് ഇൻട്രസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ആൻഡ് ഈ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടും നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ലയബിലിറ്റി നമ്മൾ എത്രയാണ് അവിടെ കാണിക്കുന്നത്? 1 lakh. അപ്പോൾ ഓൾറെഡി ക്ലോസിംഗ് ബാലൻസ് നിന്ന് 1 lakh കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് എമൗണ്ട് എത്രയാണ് വരുന്നത്? 1,85,946. അപ്പം ഇനി നെക്സ്റ്റ് ഇയറും നമ്മൾ അതേപോലെ തന്നെ കാണും. അപ്പം നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 1,95,243.8 കിട്ടും. അതിൽ നിന്ന് നമ്മൾ 1 lakh കറണ്ട് ലയബിലിറ്റിയിലോട്ട് കാണിക്കും. പിന്നെ ബാക്കി റിമൈനിങ് ബാലൻസ് ആയ 95,243 നമ്മൾ എന്ത് ചെയ്യും? നോൺ കറണ്ട് ലയബിലിറ്റിയിലോട്ട് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ 4th ഇയർ. സോ 3rd ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 4th ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ലീസ് റെൻ്റൽസ് ആയ 1 lakh മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കിട്ടും = 95,244. ആൻഡ് ഈ 95,244ൻ്റെ മുകളിൽ 5% ആയ എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ കിട്ടുന്നത്? = 4,762.1 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ എഫക്റ്റീവ് ഇൻട്രസ്റ്റിനെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? ക്ലോസിംഗ് ബാലൻസ് 1 lakh കിട്ടും. എന്നിട്ട് നമ്മൾ ഈ 1 lakhനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് കറണ്ട് ലയബിലിറ്റിയിലോട്ട് നമ്മൾ 1 lakh എഴുതണം. പിന്നെ അവിടെ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാനുണ്ടോ നോൺ കറണ്ട് ലയബിലിറ്റിയിലോട്ട്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ 0 ആയിട്ടാണ് എഴുതുന്നത്. ഇനി അടുത്തത് 5th ഇയർ. സോ 4th ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 5th ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. സോ 4th ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 1 lakh ആണ്. സോ അതാണ് 5th ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇനി ഈ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ ലീസ് റെൻറ്റ് മൈനസ് ചെയ്യും. അപ്പോൾ എത്രയാണ് ലീസ് റെൻറ്റ് വരുന്നത്? = 1 lakh. സോ ഓപ്പണിംഗ് ബാലൻസ് ആയ 1 lakhൽ നിന്ന് ലീസ് റെൻ്റായ 1 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിലോട്ട് വരാനുണ്ടോ? ഇല്ല, അവിടെ 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ അവിടെ 0 എന്ന് എഴുതും. പിന്നെ അതിന് ശേഷമുള്ള എമൗണ്ടിൽ എല്ലാവരുടെയും നമ്മൾ എന്ത് ചെയ്യും? 0 തന്നെയാണ് എഴുതുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് അരിയർ മെത്തേഡിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, a business enters into a 5-year lease of a machine which had a useful life of 10 years.
Lease payments are 1 lakh per annum payable in arrears. Lessee will incur direct cost of $40,000 and will receive incentives of $10,000. Interest rate implicit in the lease is 5% and the present value of future lease payments is 4,32,900. Show the financial statement for 5 years. സോ നമ്മൾ അഡ്വാൻസ് മെത്തേഡിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സെപ്റ്റ് ദാറ്റ് അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. അത് അഡ്വാൻസ് മെത്തേഡ് ആയിരുന്നു, ഇത് അരിയർ മെത്തേഡാണ്. ആൻഡ് ഇവിടെ പ്രസൻറ്റ് വാല്യൂ വേറെയാണ്. എത്രയാണ്? 4,32,900 ആണ്. സോ ഈ പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. സോ ഇതൊരു 5 ഇയർ ലീസ് കോൺട്രാക്റ്റ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ ലീസ് പേയ്മെൻറ്റ്സ് എപ്പോഴാണ് ചെയ്യുന്നത്? അരിയേഴ്സിൽ. സോ അരിയേഴ്സിലാണെന്ന് പറയുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും വരാം? നമ്മൾ ഒരു കൊല്ലത്തിൻ്റെ അവസാനമായിരിക്കും നമ്മൾ ലീസ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, സോ ഈ ഒരു ടേബിൾ നോക്കാം. സോ ഈ ടേബിളിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഫസ്റ്റ് ഇയറിൻ്റെ അവസാനമാണ് നമ്മൾ 1 lakh കൊടുക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? 1 divided by 1 plus r whole raised to n. സോ ഇവിടെ r എന്ന് പറയുന്നത് 5% തന്നെയാണ്. ആൻഡ് n എന്താണ് ഇവിടെ വരുന്നത്? n ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്ര കൊല്ലമായിട്ടുണ്ട് അവിടെ നമ്മൾ ആ പേയ്മെൻറ്റ്, ഇപ്പം എത്ര കൊല്ലമായിട്ടുണ്ട് നമ്മൾ ആ ലീസിൽ ഏർപ്പെട്ടിട്ട്? 1 year ആയിട്ടുണ്ട്. അതായത് ഈ 1 ഇയറിൻ്റെ അവസാനമാണ് നമ്മൾ ഈ 1 lakh കൊടുക്കുന്നത്. അപ്പം അവിടെ 1 year ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ n ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 0.9523 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിസ്കൗണ്ട് ഫാക്ടർ ഇൻറ്റു ക്യാഷ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ കിട്ടും. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഇയറിലും. സോ സെക്കൻഡ് ഇയറിൽ നമ്മൾ എപ്പോഴാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? സെക്കൻഡ് ഇയറിൻ്റെ അവസാനം. അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് അവിടെ എത്ര കൊല്ലമായിട്ടുണ്ട്? 2 കൊല്ലമായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ അവസാനമാണ് നമ്മൾ സെക്കൻഡ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ 2 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ n ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ 5 ഇയേഴ്സിൻ്റെ ചെയ്യും. എന്നിട്ട് ഈ 5 ഇയേഴ്സിൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് $4,32,900. ഓക്കെ, സോ ഈ $4,32,900 ആണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ അഡ്വാൻസ് മെത്തേഡിൽ സോൾവ് ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലീസ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണണം. സോ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ് ആണ് ലീസ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഹിയർ എന്താണ്? 4,32,900. അപ്പോൾ അത് കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണണം. സോ അത് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി പ്ലസ് എനി ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് എനി അഡ്വാൻസ് പേയ്മെൻറ്റ് മൈനസ് ഇൻസെൻറ്റീവ്സ് റിസീവ്ഡ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് 4,32,900 ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആഡ് ചെയ്യണം. വിച്ച് ഈസ് ഹിയർ $40,000. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? അഡ്വാൻസിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ 0 എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഇവിടെ നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? $10,000. സോ അത് മൈനസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 4,62,900 കിട്ടും. ഇനി നമ്മൾ റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. സോ എങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാണുക? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും.
അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാണണം. സോ ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലോവർ ഓഫ് ലീസ് ടേം അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ലോവർ എന്ന് പറയുന്നത്? ലീസ് ടേം ആണ്. ലീസ് ടേം ഇസ് ഈക്വൽ ടു 5 years. ചില സിറ്റുവേഷനിൽ നമ്മൾ യൂസ്ഫുൾ ലൈഫ് ഉപയോഗിക്കും ആൻഡ് അതിന് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് നിങ്ങൾ പാർട്ട് 2 റെഫർ ചെയ്യുക. ലീസിൻ്റെ പാർട്ട് 2 വീഡിയോ റെഫർ ചെയ്യുക. ഓക്കെ. സോ ഇവിടെ നമ്മൾ ലീസ് ടേം ആണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് ഡിപ്രീസിയേഷന് ഇയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4,62,900 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു 92,580 കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ഈ 4,62,900 നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ അത് കണ്ടു. ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലീസ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. സോ ലീസ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ് മെത്തേഡ് അല്ല, ഇവിടെ അരിയർ മെത്തേഡാണ്. അതായത് നമ്മൾ ലീസ് പേയ്മെൻറ്റ്സ് ഒരു ഇയറിൻ്റെ അവസാനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അരിയർ മെത്തേഡിൻ്റെ ACM ടേബിൾ ഡിഫറെൻ്റ് ആണ്. സോ ഇങ്ങനെയാണ് അരിയർ മെത്തേഡിൻ്റെ ACM ടേബിൾ വരുന്നത്. ഫസ്റ്റ് ഇയർ വരും, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് വരും, പിന്നെ ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ലീസ് റെൻ്റ് മൈനസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. എന്നിട്ട് ഈ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ കറൻറ്റ് ലയബിലിറ്റിയിലോട്ടും നോൺ കറൻറ്റ് ലയബിലിറ്റിയിലോട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. സോ ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ലീസ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതുന്നത്. അത് ഇവിടെ എത്രയാണ്? ഇസ് ഈക്വൽ ടു 4,32,900. എന്നിട്ട് ഈ ഓപ്പണിംഗ് ബാലൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആയ 5% ആഡ് ചെയ്യും. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ 5% നമ്മൾ കാണണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 21,645 കിട്ടും. എന്നിട്ട് ഈ 21,645 നമ്മൾ എന്ത് ചെയ്യും? ഈ ഓപ്പണിംഗ് ബാലൻസിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ലീസ് റെൻ്റ് ആയ 1 lakh മൈനസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും, വിച്ച് ഈസ് 3,54,545. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? കറൻറ്റ് ലയബിലിറ്റിയിലോട്ടും നോൺ കറൻറ്റ് ലയബിലിറ്റിയിലോട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ കറൻറ്റ് ലയബിലിറ്റിയിലോട്ടും നോൺ കറൻറ്റ് ലയബിലിറ്റിയിലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇയറിൻ്റെയും കൂടെ കാണണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെയും കൂടെ കാണാം. സോ സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ഫസ്റ്റ് ഇയറിന് ക്ലോസിംഗ് ബാലൻസ് ആണ്, വിച്ച് ഈസ് 3,54,545. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആയ 5% കാണണം. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 17,727.25 കിട്ടും. ഓക്കെ. അപ്പം നമുക്ക് ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇയറിൻ്റെ കറൻറ്റ് ലയബിലിറ്റിയും നോൺ കറൻറ്റ് ലയബിലിറ്റിയും കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലീസ് റെൻ്റ് എല്ലാ കൊല്ലവും എത്രയാണ്? 1 lakh ആണ്. ഓക്കെ. സോ ഫസ്റ്റ് ഇയറും ലീസ് റെൻ്റ് എത്രയാണ്? 1 lakh ആണ്. അപ്പം ഈ 1 lakhൽ നിന്ന് നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇയറിൻ്റെ കറൻറ്റ് ലയബിലിറ്റീൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 lakh മൈനസ് 17,727.25 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 82,273 കിട്ടും റൗണ്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ കറൻറ്റ് ലയബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോൺ കറൻറ്റ് ലയബിലിറ്റി കണ്ടൂടെ? എങ്ങനെയാണ്? ഫസ്റ്റ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയ 3,54,545 നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ കറൻറ്റ് ലയബിലിറ്റി ആയ 82,273 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോൺ കറൻറ്റ് ലയബിലിറ്റി കിട്ടും, വിച്ച് ഈസ് 2,72,272. ഓക്കെ. അപ്പം നമുക്ക് അത് കിട്ടി. ഇനി സെക്കൻഡ് ഇയറിൻ്റെ ബാക്കി റിമൈനിങ് ചെയ്യാം. സോ നമുക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് 17,727.25 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ലീസ് റെൻ്റ് ആയ 1 lakh മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും, വിച്ച് ഈസ്
2,72,272.25. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി ആയിട്ടും നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തേർഡ് ഇയറിൻ്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കാണണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാം. സോ തേർഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് സെക്കൻഡ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അത് എത്രയാണ്? 2,72,272. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? 5% എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്? 13,613.61 കിട്ടും. അപ്പം ഈ എമൗണ്ട്, അതായത് ഈ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആയ 13,613.61 നമ്മൾ 1 lakhൽ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഇയറിൻ്റെ കറണ്ട് ലയബിലിറ്റി കിട്ടും, വിച്ച് ഈസ് 86,387. അപ്പം നമ്മൾ കറണ്ട് ലയബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റി കാണാൻ പറ്റും. എങ്ങനെയാണ്? സെക്കൻഡ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയ 2,72,272.25 നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ 86,387 മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1,85,885 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഇയറിൻ്റെ ബാക്കി ചെയ്യാം. സോ നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് 1 lakh മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1,85,886. ഇനി അതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ടും നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. സോ നമുക്ക് ഫോർത്ത് ഇയറിൻ്റെ കാണാം. സോ ഫോർത്ത് ഇയർ ഓപ്പണിംഗ് ബാലൻസ് 1,85,886. ആൻഡ് അതിൻ്റെ മുകളിൽ നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആയ 5% ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9,294.2 കിട്ടും. അപ്പോൾ ഈ 9,294.2 നമ്മൾ 1 lakhൽ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണ് അവിടെ കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 90,706 കിട്ടും. അതെന്താണ്? അതാണ് തേർഡ് ഇയറിൻ്റെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കിട്ടി. ഇനി നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റി കാണാം. സോ 1,85,886 മൈനസ് 90,706. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 95,180 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ഇയറിൻ്റെ ബാക്കി കാണാം. അപ്പം നമുക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കിട്ടി 9,294.2. ഇനി നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? ലീസ് റെൻ്റ് ആയ 1 lakh മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 95,180 കിട്ടും. അപ്പം ഈ 95,180നെ ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റിയിലോട്ടും നോൺ കറണ്ട് ലയബിലിറ്റിയിലോട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ 95,180നെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം? കറണ്ട് ലയബിലിറ്റിയിലോട്ട് കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 5 year ലീസ് ടേം ആണ്, അല്ലേ? അടുത്ത കൊല്ലത്തോടെ നമ്മൾ ലീസ് റെൻറ്റ് ഫുള്ള് കൊടുത്ത് തീരും. അപ്പോൾ അടുത്ത കൊല്ലത്തോടെ നമ്മൾ കൊടുത്ത് തീരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നോൺ കറണ്ട് ലയബിലിറ്റി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾക്ക് കറണ്ട് ലയബിലിറ്റിയിൽ കാണിച്ചാൽ പോരെ? കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ എങ്ങനത്തെ എമൗണ്ട് ആണ് കാണിക്കുന്നത്? ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്ത് തീരാനുള്ള എമൗണ്ട് ആണ് നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കുന്നത്. ആൻഡ് ഇത് 5 year ലീസ് ടേം ആണ്. സോ അടുത്ത കൊല്ലത്തോടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലീസ് റെൻറ്റ് ഫുള്ള് നമ്മൾ കൊടുത്ത് തീരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ 95,180 കാണിച്ചു. നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ 0 എന്ന് എഴുതി. ഇനി ഫിഫ്ത്ത് ഇയർ. സോ ഫിഫ്ത്ത് ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 95,180, വിച്ച് ഈസ് ഫോർത്ത് ഇയേഴ്സ് ക്ലോസിംഗ് ബാലൻസ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആയ 5% കാണണം. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4,820 കിട്ടും. അപ്പോൾ ഈ 4,820 പ്ലസ് 95,180 ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 1 lakh തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ 1 lakhൽ നിന്ന് നമ്മൾ ലീസ് റെൻ്റ് ആയ 1 lakh മൈനസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ 0 കൊടുക്കും. കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി 0. ഓക്കെ, സോ ഇങ്ങനെയാണ് അരിയർ മെത്തേഡിൽ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ 5 yearലോട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ 2 എൻട്രിയാണ് വരുന്നത്. ഒന്ന് ഡിപ്രീസിയേഷൻ്റെ എൻട്രി, പിന്നെ ഒന്ന് ഫൈനാൻസ് കോസ്റ്റിൻ്റെ എൻട്രി. ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് ഇൻട്രസ്റ്റിനെയാണ്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ 3 എൻട്രികളാണ് വരുന്നത്. ഒന്ന് റൈറ്റ് ഓഫ് യൂസ് അസറ്റും,
പിന്നെ ഒന്ന് നോൺ കറന്റ് ലയബിലിറ്റിയും പിന്നെ ഒന്ന് കറന്റ് ലയബിലിറ്റിയും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നോക്കാം. സോ ഡിപ്രീസിയേഷൻ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 92,580 ആണ് എല്ലാ കൊല്ലവും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിപ്രീസിയേഷന് എല്ലാ കൊല്ലവും 92,580 പറഞ്ഞിട്ട് 5 കൊല്ലത്തേക്ക് എഴുതും. ഓക്കെ, പിന്നെ അടുത്തത് ഫൈനാൻസ് കോസ്റ്റ് ആണ്. ഫൈനാൻസ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5 കൊല്ലത്തേക്കുള്ള എഫക്റ്റീവ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 5 കൊല്ലത്തേക്ക് അതേ എമൗണ്ടുകൾ നമ്മളിവിടെ എടുത്തെഴുതണം. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ആ 2 എൻട്രിയാണ് വരുന്നത്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ. സോ റൈറ്റ് ഓഫ് യൂസ് അസെറ്റ്, അതായത് ഇക്കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ്, അതായത് ഫസ്റ്റ് ഇയറിൻ്റെ റൈറ്റ് ഓഫ് യൂസ് അസെറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ എമൗണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സോ അങ്ങനെ നമ്മൾ ചെയ്ത് നമുക്ക് 5th ഇയർ വരെ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ലയബിലിറ്റീസ്. സോ ലയബിലിറ്റീസിൻ്റെ അവിടെ 2 എൻട്രിയാണ്, നോൺ കറന്റ് ലയബിലിറ്റിയും പിന്നെ കറന്റ് ലയബിലിറ്റിയും. ആ 2 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ 2 എമൗണ്ടുകളും, അതായത് നോൺ കറന്റ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 കൊല്ലത്തിലോട്ട് അതേ എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എടുത്തെഴുതണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എൻട്രികൾ ചെയ്യുന്നത്. ഓക്കെ,